ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് എല്ലാം 2025 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ 50 പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഉത്തരം 1032. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഉത്തരം 1032. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഡൽഹി. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേനാ ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഡൽഹി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം. ഉത്തരം പുഷ്പക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം. ഉത്തരം പുഷ്പക്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ്. ഉത്തരം അഗ്നിബാൺ. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ്. ഉത്തരം അഗ്നിബാൺ. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര്. ഉത്തരം ധനുഷ്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര്. ഉത്തരം ധനുഷ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ. ഉത്തരം അഗ്നി 5. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ. ഉത്തരം അഗ്നി 5. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത. ഉത്തരം സേല ടണൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത. ഉത്തരം സേല ടണൽ. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല. ഉത്തരം ബിച്ചോം. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല. ഉത്തരം ബിച്ചോം. ഇന്ത്യയിലെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ. ഉത്തരം ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ. ഉത്തരം ദ്വാരക എക്സ്പ്രസ് വേ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ഉത്തരം കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ഉത്തരം കിഷോർ മക്വാന. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര, വ്യോമ, നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. ഉത്തരം ഭാരത് ശക്തി. പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര, വ്യോമ, നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര്. ഉത്തരം ഭാരത് ശക്തി. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത്. ഉത്തരം സാമ്പൽപൂർ. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത്. ഉത്തരം സാമ്പൽപൂർ. ലക്ഷദ്വീപിലെ മിനിക്കോയയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവികത്താവളം. ഉത്തരം INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവികത്താവളം. ഉത്തരം INS ജഡായു. ലോക്പാൽ അധ്യക്ഷൻ. ഉത്തരം ജസ്റ്റിസ് AM ഖാൻവിൽക്കർ.
ലോക്പാൽ അധ്യക്ഷൻ? ഉത്തരം ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം? ഉത്തരം ചക്ഷു പോർട്ടൽ. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം? ഉത്തരം ചക്ഷു പോർട്ടൽ. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ? ഉത്തരം ധനുഷ്. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടൻ? ഉത്തരം ധനുഷ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി? ഉത്തരം എം.എം. നരവാനെ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി? ഉത്തരം എം.എം. നരവാനെ. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി? ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി? ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി? ഉത്തരം തമിഴക വെട്രി കഴകം. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി? ഉത്തരം തമിഴക വെട്രി കഴകം. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ എം.പി? ഉത്തരം ഷഫീഖുർ റഹ്മാൻ. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ എം.പി? ഉത്തരം ഷഫീഖുർ റഹ്മാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജിപിടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി? ഉത്തരം പ്രഗ്യ മിശ്ര. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജിപിടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി? ഉത്തരം പ്രഗ്യ മിശ്ര. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത്? ഉത്തരം നൈമ ഖാത്തൂൺ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത്? ഉത്തരം നൈമ ഖാത്തൂൺ. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി? ഉത്തരം ആദർശശീല. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതി? ഉത്തരം ആദർശശീല. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം? ഉത്തരം പൂർവി ലഹാർ. ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം? ഉത്തരം പൂർവി ലഹാർ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്? ഉത്തരം HDFC ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്? ഉത്തരം HDFC ബാങ്ക്. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025ഓടെ ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 4. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025ഓടെ ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 4. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി? ഉത്തരം സുധീർ കക്കർ. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തി?
ഉത്തരം സുധീർ കക്കർ. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. ഉത്തരം ന്യൂ പാമ്പൻ പാലം. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. ഉത്തരം ന്യൂ പാമ്പൻ പാലം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചത്. ഉത്തരം 2024 ഫെബ്രുവരി 21. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചത്. ഉത്തരം 2024 ഫെബ്രുവരി 21. ഫാലി എസ് നരിമാന്റെ ആത്മകഥ. ഉത്തരം ബിഫോർ മെമ്മറി ഫേഡ്സ്. ഫാലി എസ് നരിമാന്റെ ആത്മകഥ. ഉത്തരം ബിഫോർ മെമ്മറി ഫേഡ്സ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ്. ഉത്തരം സാക്ഷം ആപ്പ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ്. ഉത്തരം സാക്ഷം ആപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ഉത്തരം സി വിജിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. ഉത്തരം സി വിജിൽ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം. ഉത്തരം 85 വയസ്സ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം. ഉത്തരം 85 വയസ്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ്. ഉത്തരം വോട്ടർ ടേൺഔട്ട് ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ്. ഉത്തരം വോട്ടർ ടേൺഔട്ട് ആപ്പ്. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടി. ഉത്തരം സ്വീപ്. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടി. ഉത്തരം സ്വീപ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ്. എന്താണ് KYCയുടെ പൂർണ്ണരൂപം? ഉത്തരം നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ്. എന്താണ് KYCയുടെ പൂർണ്ണരൂപം? ഉത്തരം നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരക. ഉത്തരം സമത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരക. ഉത്തരം സമത. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ. ഉത്തരം സുവിധ പോർട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ. ഉത്തരം സുവിധ പോർട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ. ഉത്തരം എൻകോർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ.
ഉത്തരം എൻകോർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം രാജീവ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം രാജീവ് കുമാർ. ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം രാജീവ് കുമാർ. ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഉത്തരം രാജീവ് കുമാർ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരം. ഉത്തരം ശീതൾ ദേവി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരം. ഉത്തരം ശീതൾ ദേവി. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി. ഉത്തരം ഗോപീചന്ദ് തോട്ടക്കുറ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി. ഉത്തരം ഗോപീചന്ദ് തോട്ടക്കുറ. 2024 ഏപ്രിലിൽ നടന്ന ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസം. ഉത്തരം ദോസ്തി 16. 2024 ഏപ്രിലിൽ നടന്ന ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസം. ഉത്തരം ദോസ്തി 16. ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി. ഉത്തരം അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി. ഉത്തരം അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം. ഉത്തരം ഇന്ത്യ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം. ഉത്തരം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം. ഉത്തരം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം. ഉത്തരം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഉത്തരം ബ്രഹ്മോസ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഉത്തരം ബ്രഹ്മോസ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം സഞ്ജന സംഘി. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം സഞ്ജന സംഘി. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ 50 പോയിന്റുകളും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.